അത് ഉമ്മാക്കെത്തിയ മോക്കെത്തി. അതൊരു കഥയാ. ഉമ്മാക്കത്തെ സ്ഥിതി ഒരു ഉമ്മയും ഒരു മോനും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പാട്ടുണ്ട്, കഥാപ്രസംഗാത്. അന്നേരം ഉമ്മക്ക് 8 മാസം ഗർഭിണിയായത് മോൻ്റെ ഉപ്പ മരിച്ചത്. അതിനെ പറ്റി അത് നാട്ടുകാരും അയൽവാസികളിലും പിന്നെ സുഖമില്ലാണ്ടായി. ആരും ഇല്ല, കുടുംബവും സ്വത്തും മുതലൊന്നുമില്ല. കൊണ്ടുപോയി പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നു. 40 പേരെ എല്ലാവരും നോക്കി, നാട്ടുകാരും വീട്ടുകാരെല്ലാം. 40 കഴിഞ്ഞാൽ തൊട്ടിൽ തുണി വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു, തൊട്ടിൽ തുണി തൂക്കിയിട്ട് കുട്ടീനെയും കൊണ്ടുപോയിട്ട് ഓരോ പുരയിൽ പോയിട്ട് തൊട്ടിൽ തുണി തൂക്കുക, എന്നിട്ട് അന്ന് ജോലി എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനിപ്പോൾ ഇയാടെ വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വന്ന് വിളിച്ചു, എൻ്റെ വന്ന് ചെയ്യുമ്പോൾ ഇനി വന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകും ഓരോരുത്തർ പെണ്ണുങ്ങന്മാർ. ചിലപ്പോൾ എനിക്ക് ആൾ കിട്ടുന്നതല്ല, ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ആയിട്ട് ഒരു നായർ പാലും കൊണ്ട് പോകുന്നുണ്ട്. നായർ പറയും ഈ പെണ്ണിനെ കാണുമ്പോൾ മുറ്റടിക്കുന്നുണ്ടാവും, എല്ലാം പോയി പാലും കൊണ്ട് പോകും. പട്ടണമെന്നൊരു നാടുണ്ട്, അവിടെ രാജാറ് ഉണ്ടങ്ങ്, സഹായിയാണെന്ന് കേട്ടിട്ടുണ്ട്, അവിടേക്ക് പോകേരാ നല്ലതെന്ന്. അപ്പൊ പട്ടണത്തിലൊരു രാജാറുണ്ട്, അവിടെ പോക്കാൻ നല്ല പെണ്ണൊന്നും കളിച്ച എനിക്കൊന്നും കിട്ടൂല എന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ എന്താക്കി, ഈ കുട്ടിക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഈ പെണ്ണിന് അതെല്ലാം പോയി മുറ്റടിക്കുമ്പോൾ, ഇപ്പൊ കൂടെ മുറ്റടിക്കുന്നാണെങ്കിൽ ഈ രൂപം കാണില്ല. എന്നിട്ട് നായരിപ്പാട്ടും പടിയും ഇങ്ങോട്ട് പറഞ്ഞു തരാമെന്നോ അല്ല ഇങ്ങോട്ട് കയറി പറയുമോ. അപ്പൊ ഈ വീട്ടുകാർക്ക് സംശയം കൂടിയോ, എന്താ നായർ ഇവളായിട്ട് എന്താ വർത്തനം പറയുന്നു, അല്ല നായരെന്താ ഇവളോട് പറയുന്നു എന്നുള്ള. അല്ല ഇവിടെ ഞങ്ങൾക്കൊരു പെണ്ണിനെ കിട്ടിയാൽ തെറ്റിച്ചാലോ എന്നല്ല ചിന്ത ചിന്തിക്കുന്നതിന് പറയൂല. അതിനിങ്ങനെ പാട്ടുമാണ് പട്ടണത്തിൽ പോകാൻ. പട്ടണമെന്നൊരു നാടുണ്ട്, അവിടെ രാജാറ് ഉണ്ടെന്ന്, സഹായിയാണെന്ന് കേട്ടിട്ടുണ്ട്, അവിടേക്ക് പോകേരാ നല്ലതെന്ന് പറഞ്ഞിട്ട് പാലും കൊണ്ടുപോയി സൊസൈറ്റിയിലേക്ക്. ഒരു ദിവസം ഈ വീട്ടുകാർ വിരുന്ന് പോയപ്പോൾ ഇവിടെ നായരെ വീട് അന്വേഷിച്ചു പോയി. അതെന്താ കാണും ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞു. നായരില്ല, ഒരുപാട് പോകണം നായരെ വീട്ടിലേക്ക്. കാണുന്നു പോയി 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 ഈ കുട്ടിയില്ല ഇങ്ങനുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാലും അമ്മക്ക് ദേഷ്യം പിടിക്കും. എന്താ നായർ ചോദിക്കണം, അത് നായരോട് പറയാൻ നിങ്ങൾക്കും കേൾക്കാം. എന്താ നായരെ വിളിക്കുന്നത്, നായർ തോളത്തില്ല അന്ന് വിളിക്കുന്നത്. വിളിച്ച് നിങ്ങൾ തന്നെ കാണും ഇങ്ങനെ ഒരു പാട്ട് പാടില്ലെന്ന് ചോദിച്ചു. നേരെ പറഞ്ഞു, നിങ്ങൾ അതൊന്നും കളിച്ച് നിങ്ങൾക്കൊന്നും കിട്ടില്ല, പട്ടണത്തിൽ പോയാൽ നിൽക്കുന്ന കൂടെ വരിക സ്ഥലം എടുക്കും. അവിടെ എല്ലാ കാര്യവും ആചാര കഴിയും. എല്ലാ പോസ്റ്റ് ഓഫീസ്, കോടതി വരെ, വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, കോടതി വരെ ഈ ആചാരത. മദ്രസ്, പള്ളി, സ്കൂള് എന്ന് പറയണ്ട, എല്ലാ ജോലിക്കാരും എല്ലാ ജോലി കെട്ടിടവും എല്ലാം ആചാരം. മക്കളില്ല. അന്നേരം ഈ ആചാർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തു ഈ പെണ്ണുങ്ങൾക്ക്. മൊട്ടത്തലയും വട്ടത്താടിയാണ് ഈ ആചാർക്കുള്ളത്. വട്ടത്താടിയും മൊട്ടത്തലയും മുടിയില്ല. ഭയങ്കര വലിയ കൊട്ടാരം. അങ്ങനെ 3 മാസം നടക്കും. ഒരു ദിവസം ഒന്നും നടന്നു. 3 മാസം നടക്കും. ഈ കുട്ടീനെയും കൊണ്ട് നടന്നു. അങ്ങനെ ആടുന്ന് തിരിച്ചിങ് വന്ന് ഇവര് വിരുന്ന് പോയി വന്നേരെ ഇവരോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞേരെ ഞാനും ഒന്ന് വിരുന്ന് വീട്ടിൽ പരിക്കാർക്കൊടും വരാന് പണിയെടുത്ത് ആടുന്ന് ജീവിക്കുന്നില്ല. എനിക്കെല്ലാം ആരും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെന്തിനാ ഇനി വിരുന്ന് പോന്നെ, ഇനി എനിക്ക് അവിടെ പോവാനാ. അതെൻ്റെ പണ്ടത്തെ എൻ്റെ നാട്ടുകാരും അയൽവാസികളും എല്ലാം ഉണ്ട്. ആരാമാരെല്ലാം ഉണ്ട്. വലിയ കുഴപ്പമൊന്നും പൊട്ടി കെട്ടാൻ ഓട് പറഞ്ഞു പോയി അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ. അങ്ങനെ പോയി നടന്ന് നടന്ന് തളർന്ന് പെണ്ണ്, കാലും കുഴഞ്ഞ് വീണ് പെണ്ണ്, പിന്നെയും മുന്തി നടന്ന് പെണ്ണ്, പട്ടണത്തിലേക്ക് എത്തി പെണ്ണ്, കൊട്ടാരം കണ്ട് പിടിച്ച് പെണ്ണ്. എങ്ങനെയുണ്ട് പാട്ട്? പോണുണ്ടോ? അത് അന്നേരം പട്ടാനം കണ്ടുപിടിച്ച് എത്തി. പാറാവിൻ്റെ അടുത്ത് പാറാവ് ഒരു പാറാവ് കാരണം
എന്താ വന്നത്? കേരളത്തിൽ നിന്ന് വരികയാണ്, ആരുമില്ലാതെ നോക്കാൻ ആരുമില്ലാതെ കൊണ്ട് ഇങ്ങനെ രാജാറുണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ്. അപ്പോഴേക്ക് 3 മാസം നടക്കുന്നത്. രാത്രി ആകുമ്പോൾ എവിടെയെങ്കിലും കയറി കിടക്കും, പള്ളീൻ്റെ മുറ്റത്തോ സ്കൂളിൻ്റെ മുറ്റത്തോ കോലായിലോ. ഈ നായർ ലേശം പൈസയും കൊടുത്തു. വലിയ വലിയ ഹോട്ടലിനൊന്നും പൈസ കൊടുക്കണ്ട, ചെറിയ പൊടികളിലുണ്ടെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ പൈസയും കൊടുത്തു. ഈ അമ്മേൻ്റെ കൊടുത്തിട്ട് അമ്മേനെ കൊണ്ട് കൊടുപ്പിച്ചു. അമ്മക്കും പിന്നെ വല്ലാത്ത കഥായി കാര്യം. അങ്ങനെയും കൂടി തളർന്ന് അടുത്തി. അങ്ങനെ പാറാപുരം ബെല്ലടിച്ചകത്തേക്ക് നായരിറങ്ങി, ആചാർ ഇറങ്ങി. മുറ്റത്ത് കയറി വന്നു. പാറാപുരം മുറ്റത്ത് കയറി ആചാർ ഇറങ്ങി വന്നു. ആചാർ ഇറങ്ങി വന്നു. എവിടുന്ന് വരുന്നത്? കേരളത്തിൽ നിന്ന് വരികയാണ്. അതിന് എന്താണ് പേര്? ഫാത്തിമ. കുട്ടീൻ്റെ പേര് മുഹമ്മദ്. നമ്മളാരാൻ തിരിഞ്ഞു? ആണോ പെണ്ണോ തിരിയുന്നില്ല, ഹിന്ദുവോ മുസ്ലിമോ തിരിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന പോലെ ഒന്നുമില്ല, വസ്ത്രങ്ങളില്ല, ഭക്ഷണങ്ങളില്ല. വെലിഞ്ഞ് അങ്ങനെ ക്ഷീണിച്ചു പോയി. അങ്ങനായി. വേഗ കൂടെ പോയിട്ട് അടുക്കളയിലേക്ക് പോകുമെന്ന് പറയും. അരമണിക്കൂർ നടക്കണം കൊട്ടാരത്തിൻ്റെ വേക്കളെത്താം, അടുക്കളയിലെത്തണമെങ്കിൽ. ആചാർ വെല്ലടിച്ച് പെണ്ണുങ്ങൾക്ക്. ഒരു സ്ത്രീ വരുന്നുണ്ട്. ആദ്യം ഭക്ഷണം കൊടുക്കുക, പിന്നെ വസ്ത്രം കൊടുക്കുക, പിന്നെ ജോലിയും കൊടുക്കുക. അന്നേരം അങ്ങനെ അടുക്കളയിലൊക്കെ എത്തുമ്പോൾ ഈ പെണ്ണുങ്ങൾ കണ്ടാൽ വല്ലാത്ത വിഷമായി പോയി പെണ്ണുങ്ങൾക്ക്. ആചാരുന്നില്ലെങ്കിലോ എൻ്റെ സീതി എന്തെന്ന് എന്നും പറഞ്ഞ് കുട്ടീനെ വാങ്ങി. ആചാരില്ലെങ്കിൽ എൻ്റെ സീതിയുണ്ടോ? എനിക്കൊരു കുട്ടിയുണ്ടല്ലോ, അതും ഇല്ലല്ലോ, കുട്ടിയുണ്ട്. അങ്ങനെ ആചാരുന്നില്ലെങ്കിലോ എൻ്റെ സീതി എന്തെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ അങ്ങ് വാങ്ങി. വേഗം കുളിക്കാൻ വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, ഒരു റൂമും കൊടുത്ത് അതിൽ കയറി പറഞ്ഞു കിടക്ക്, ഇന്ന ജോലി എടുക്കണം പെണ്ണുങ്ങൾ. അപ്പൊ പെണ്ണ് സ്വർഗത്തിലെത്തിയില്ല. അങ്ങനെ ഈ കുട്ടീനെ ഉപ്പാനും ഉമ്മാനും വിളിപ്പിച്ച്, ഈ ആചാര്യം പെണ്ണുങ്ങളെ ഉപ്പാനും ഉമ്മാനും വിളിപ്പിച്ച് ശീലിപ്പിച്ച് കുട്ടീനെ മദ്രസ ചേർത്ത്, സ്കൂളിൽ ചേർത്ത്. കുട്ടി കുറച്ച് വലുതായി, 10ാം ക്ലാസ് പഠിച്ച്. കുട്ടിക്കൊരു ജോലി ആക്കി കൊടുത്ത് സ്കൂളിൽ അടിച്ചു വരും. അങ്ങനെ ഒരു ദിവസം പണിക്ക് അടിച്ചു വരാൻ പോകും. ഉമ്മാനോട് പറഞ്ഞു, വേണ്ടോളം തിന്നേണമെങ്കിൽ വേലക്ക് പോകണം തള്ളേ നിങ്ങൾ. അതിൻ്റെ രീതിമാണ്. വേണ്ടോളം തിന്നേണമെങ്കിൽ നിങ്ങൾ വേലക്ക് പോകണം തള്ളേ നിങ്ങൾ. എങ്ങനെയുണ്ട്? എങ്ങനെ വളർത്തിയ കുട്ടിയെ പറ. വേലക്ക് പോകാനും പറ്റൂലല്ലോ മോനെ, ജോലി എടുക്കാനും പറ്റൂലല്ലോ, വയസ്സും പ്രായവും ആയതല്ലേ, നിന്റെ കണ്ണ് കൊണ്ട് നീ കാണുന്നില്ലേ. ഉമ്മ അങ്ങോട്ട് പറഞ്ഞു, നിന്നെ ഞാൻ 10 മാസം ചുമന്ന് നൊമ്പേരം തിന്ന് പ്രസവിച്ചന്ന്, അന്ന് നീ തോളിൽ കിടന്ന് തൂറും ആകെ എൻ്റെ മുയർത്തിനാറൂന്ന് പറഞ്ഞു. ഇപ്പം പാട്ട് കിട്ടുന്നില്ല അങ്ങനെ ശരിക്കും പാടാൻ. വയസ്സ് 900ആയി, 89 വയസ്സായി മോൻ എനിക്ക്. അപ്പം ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ 90 ആകാൻ അല്ലേ. അന്നേരം എന്താക്കി അങ്ങനെ വന്നു. അന്നേരം ഉമ്മ അങ്ങനെ പാട്ടുപാടിയ ഉമ്മ പറഞ്ഞു, കണ്ടവരോട് കൈ നീട്ടിയിടുക, കിട്ടുന്നത് വാങ്ങി സൂക്ഷിച്ചിടുക. ജോലിക്ക് പോകാൻ അവര് കണ്ടവരോട് കൈ നീട്ടി വാങ്ങിച്ച പൈസ വാങ്ങിക്കണം, എന്ത് ജീവിച്ചോ. അങ്ങനെ പറഞ്ഞു. രണ്ടാ ഞാൻ പോയാൽ നിനക്ക് ദോഷം, തരുളേ സന്താനത്തിനെത്തുന്നാസോ. ഞാൻ തണ്ടിയാൽ എനിക്കും എൻ്റെ മക്കൾക്കും അതിൻ്റെ നാശം കിട്ടുമെന്ന് ഉമ്മ അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു മോനെ കൊണ്ട് പെണ്ണും കെട്ടിച്ച്. ഈ ആചാർ പെണ്ണ് കെട്ടിച്ചു കൊടുത്തു, പൊരയും കെട്ടിക്കൊടുത്ത് ആചാര സ്ഥലത്ത്. അങ്ങനെ പിന്നെ ഒരു വേറെ പാർത്ത്. അന്നേരം ഈ മോൻ പറഞ്ഞ്, അല്ല ഈ ഉമ്മ ഇങ്ങനെല്ലാം പറഞ്ഞുതരും. മോൻ പോയിട്ട് എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും അടുക്കുന്നില്ല ഉമ്മാനോട്. ഉമ്മ എല്ലാം പാട്ട് പാടി പാടാനാ. ഉമ്മ കാര്യം ശരിയാണ്, ഞാൻ ഉമ്മ പറയുന്നതെല്ലാം സത്യ. ഉമ്മ എന്നെയും കൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് 3 മാസം നടന്നിട്ട് ഞാൻ ചെറിയെടുത്ത് അങ്ങനെ വലുതാക്കി എടുത്ത് കല്യാണം കഴിപ്പിച്ചാന്ന്. ഇപ്പോൾ ഒരു വീടായി, ഉമ്മാക്ക് ഇപ്പം ഒന്നിനും ആകാണ്ടായി.
ഉമ്മ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് എന്നെല്ലാം ഓളോട് പറഞ്ഞേരം ഓള് പറഞ്ഞു കട്ടാർ കത്തി എടുത്ത് പോയിട്ട് കൊന്നിട്ട് കരലെടുത്തോണ്ടായിരുന്നു. കട്ടാർ കത്തി എടുത്ത് പോയിട്ട് കൊന്ന് കരലെടുത്തോണ്ട് വന്നിട്ട് വേവിച്ചിട്ട് കടിച്ച് പറിച്ച് ചാടണം. ഉമ്മൻ്റെ പാതിർക്ക് വന്ന് 12 മണിക്ക് ഓൻ കട്ടാർ കത്തിയോ വന്ന് പുരയിൽ വന്ന് വിളിച്ച് ഇവരെ റൂമിൽ പാർത്തിക്ക് വേറെ പാർത്തിക്ക് റൂമിൽ അന്നേരം പുരയിൽ വന്ന് വിളിച്ച് ഉമ്മ എന്ന് വിളിച്ചിടുന്നു. ഉമ്മ തന്നെ വാതിൽ തുറന്നിടുന്നു. എന്താണ് മോനെ നീ വന്നേതെന്ന് ചൊല്ലിയിടണം ഈ നേരത്തന്ന്. ഇനി വേഗം പറയണം എന്താ ഈ നേരത്തെ ഇനി വന്നേ. അപ്പം ഓള് ഗർഭിണിയാ, ഓക്ക് 9 മാസമായി. ഉമ്മക്ക് 9 മാസത്തിലാണ് ഈ മോൻ്റെ ഉപ്പ മരിച്ചത്. അതുപോലെ ഓക്ക് 9 മാസമായി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നിക്കില്ലേ മോക്കെത്തിയ കഥ. അന്നേരം പറഞ്ഞ് ഇന്നേരത്ത് ഇനി എന്താ വന്നെന്ന് വേഗം പറയണം. എന്താണ് മോനെ ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മ എന്ന് വിളിച്ചിടുന്നു. ഉമ്മ തന്നെ വാതിൽ തുറന്നിടുന്നു. എന്താണ് മോനെ നീ വന്നേതെന്ന് ചൊല്ലിയിടണം ഈ നേരത്തന്ന്. 12 മണിക്ക. അന്നേരം മോൻ പറഞ്ഞ് ഉമ്മ എൻ്റെ കൂടെ വന്നിടണം, അയൽവക്ക വീടോളം പോയി വരണോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞേരം ഉമ്മ തന്നെ വാതിൽ ചാരിയിടുന്നു. മകൻ്റെ പിറകെ ഇറങ്ങിയിടുന്നു. മോൻ്റെ പിറകെ ഇറങ്ങി മോൻ പിടിച്ച് വയ്യപ്പെട്ടേക്ക് കൊണ്ടുപോയി കൊന്ന് കല്ലുകൊടുത്ത് പോയി നടന്നു. കുത്തിക്കാരുകളും എടുത്തിടുന്നു. ബാക്കിയെല്ലാം കുയ്യിലിട്ടിടുന്നു. അപ്പം കുയ്യെല്ലാം കുഴിച്ചിട്ട് അമ്മാൻ്റെ അടുത്തേക്ക് വന്നത്. ബാക്കിയെല്ലാം കുയ്യിലിട്ടിടുന്നു. പക്ഷയിലത് കെട്ടിയിടുന്നു. തൊക്കിയിൽ വെച്ച് നടന്നിടുന്നു. ഈ കരൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന പോകും വഴിക്ക് വരമ്പിൽ തട്ടി പൊന്മാകൻ വീണ് തലയും പൊട്ടി. അന്നേരം ചൊല്ലി കരള് മോനെ വീകല്ലേ എൻ്റെ കനിയാത്തേനെ. ആര് പറഞ്ഞ്? തൊക്കിലുള്ള കരള് പറഞ്ഞു. പോകും വഴിക്ക് വരമ്പിൽ തട്ടി പൊന്മാകൻ വീണ് തലയും പൊട്ടി. അന്നേരം ചൊല്ലി കരള് മോനെ വീകല്ലേ എൻ്റെ കനിയാത്തേനെ. ഇനി എൻ്റെ കനിയാത്തേനായ മോനെ വീകല്ലേ മോനെ. ആര് പറഞ്ഞ്? തൊക്കിലുള്ള കരള്. അതാ പ്രസംഗം കഴിഞ്ഞ. അസ്സലാമു അലൈക്കും. അപ്പം